പുതിയ പുതിയ നിലപാടുകൾ വ്യാജമായി കടന്നു വരുമ്പോൾ ശരിയെ വേർതിരിച്ചറിയാൻ എന്താണ് വഴി? ആ ശരിയായ നിലപാട് സ്വീകരിച്ച തലമുറകൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അങ്ങോട്ട് മടങ്ങുക. നമസ്കാരത്തെ കാലത്ത് 5 നിലപാട് നമ്മൾ പറഞ്ഞു. എല്ലാവരും തോന്നുന്നു. ശരി, ഏതാണ് ഏറ്റവും ശരിയായ നിലപാട്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ആയത്തുകൾ മുഴുവനും ജീവിതത്തിൽ ആദ്യം പാലിച്ചവർ. നബിയിൽ നിന്ന് കേട്ടു പഠിച്ച് ജീവിതത്തിൽ അപ്ലൈ ചെയ്തവർ സ്വഹാബിമാരാണ്. ആ സ്വഹാബത്തിൽ നിന്ന് പിന്നീട് ഏറ്റുവാങ്ങിയവർ താബിഈങ്ങളാണ്. എങ്കിൽ നബിയും സ്വഹാബത്തും താബിഈകളും താബിഈകളുമൊക്കെ ഈ വിഷയത്തിൽ ഏത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാട് സ്വീകരിക്കുക. എങ്കിൽ തെറ്റില്ലാന്ന് ഉറപ്പാണ്. വിശുദ്ധ ഖുർആൻ തൗബയിൽ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരിന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാമിൽ കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഊഹും അവരെ പിന്തുടർന്നവരും ബിഇഹ്സാൻ നന്മയിൽ അവരെ പിന്തുടർന്നവരും അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എങ്കിൽ നിസ്കാരം 3 ഉള്ളൂ എന്ന ആയത്ത് ഓതിയാൽ ചോദിക്കേണ്ട ചോദ്യം, സ്വഹാബിമാരെ നിസ്കരിച്ചത്, താബിഈങ്ങളെ നിസ്കരിച്ചത്. അപ്പൊ പറയും സ്വഹാബികളെ നോക്കണ്ട, താബിഈങ്ങളെ നോക്കണ്ട. അപ്പൊ മനസ്സിലാക്കാം ഇവൻ ശരിയല്ല. നോമ്പ് 1 മാസം നോക്കേണ്ടതില്ല, 3 ദിവസം നോറ്റാൽ മതി എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇതേ ചോദ്യം ചോദിക്കാം. അവർ ആയത്തോതും അയ്യാമം മഅ്ദൂദാത്ത്, ഏതാനും ദിവസങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദിവസങ്ങൾ എന്ന് പറയാൻ മിനിമം 3 മതി എന്നാണ് ഇവന്റെ വാദം. എങ്കിൽ ഈ ആയത്ത് നബിക്കാണ് ഇറങ്ങിയത്, സ്വഹാബത്താണ് നബി എന്ന് പഠിച്ചത്, താബിഈങ്ങളാണ് സ്വഹാബിമാരിൽ നിന്ന് പിന്നീട് അത് മാതൃകയാക്കിയത്. അവരൊക്കെ എത്ര ദിവസം നോമ്പ് നോറ്റത്? അല്ല, 1 മാസം ഫുള്ളാണ് എങ്കിൽ അതാണ് ശരി. അവർ നോറ്റത് 3 ദിവസമാണെങ്കിലോ അതാണ് ശരി. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലാഹുവില്ലാത്ത തേടാം എന്ന് വാദിക്കുന്ന ആളുകൾ, ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകൾ, നബിദിനം ആഘോഷിക്കാം, ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ജന്മദിനങ്ങൾ ആഘോഷിക്കാം, ഖുർആനിൽ തെളിവുണ്ടെന്ന് പറയുന്ന ആളുകൾ ഒക്കെ ഇതേ ചോദ്യം. ഈ ആയത്ത് നബിക്കാണല്ലോ, നബീനെ കേട്ട സ്വഹാബത്താണല്ലോ, അവരിൽ നിന്ന് താബിഈങ്ങളാണല്ലോ, അതിൽ അവരൊക്കെ ചെയ്തത് എന്താണ്? അവർ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ശരിയാണ്. അവർ ചെയ്തിട്ടില്ല എന്നാലും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാലോ അത് അംഗീകരിക്കാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായം വ്യത്യസ്ത വിഭാഗങ്ങളായി ഭിന്നിക്കുക ചെയ്യും, 73 വിഭാഗമായി മാറും, 1 വിഭാഗമാണ് സ്വർഗത്തിൽ. ആ 1 വിഭാഗം ആരാണ് എന്ന് സ്വഹാബിമാർ ചോദിച്ചു. നബി തങ്ങൾ പേരല്ല പറഞ്ഞത്, ഏതെങ്കിലും സംഘടനയുടെ ലേബലല്ല പറഞ്ഞത്, പകരം ഒരു ഐഡന്റിറ്റിയാണ് പറഞ്ഞത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ അതേ നിലപാടിൽ അതേ മാർഗത്തിൽ ഉള്ളവരാരോ അവരാണ് സ്വർഗാവകാശികൾ. അതുകൊണ്ട് ആയത്തോതി എന്നതുകൊണ്ട് മാത്രം ഒരു ആദർശം ശരിയാകണമെന്നില്ല, ഹദീസുകൾ ഉദ്ധരിച്ചത് കൊണ്ട് മാത്രം ഒരു ആദർശം ശരിയാകണമെന്നില്ല. ആയത്തും ഹദീസുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങളെ ആദ്യമായി കേട്ട പ്രഥമ സംബോധിതർ അവരെങ്ങനെയാണ് ഗ്രഹിക്കുകയും അവരെങ്ങനെയാണ് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് നോക്കുകയും അതേ രൂപത്തിൽ പാലിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ശരിയായ വഴി.